ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പിള്ളേരെ വേഗം ആവട്ടെ. ഫാസ്റ്റ് അപ്പി. ആ അവിടെ വയ്യപ്പി. വേഗം റെഡിയാകട്ടെ, പോണം. അപ്പൊ നിങ്ങള് കള്ളന്മാര് മാത്രല്ല പിച്ചക്കാരും കൂടിയാണല്ലേ? പിച്ചക്കാരൻ നിന്റെ തന്ത. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നവരാ, അല്ലാതെ തെണ്ടികളല്ലടാ. മോഷ്ടിച്ചിട്ടാണോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ? ഊപ്പേ, ഞങ്ങള് പറയുന്ന അനുസരിച്ച് നിന്നാ മതി കേട്ടാ. വലിയ വർത്താനൊന്നും പറയണ്ട. ഓ, ഒന്ന് വേഗമാകട്ടെ മല്ലേശ്വരി. പോലീസ് പിടിക്കാത്ത സ്ഥലം നോക്കണം. ആ, പോലീസ് നമ്മളെ ഒട്ടും ശല്യം ചെയ്യാത്തൊരു സ്ഥലമുണ്ട്. അതെവിടെയാടി? ലോക്കപ്പ്. അവിടെ ആവുമ്പോ 3 നേരം ഞമ്മ കിട്ടും. ലോക്കപ്പിലൊക്കെ എന്റെ പട്ടി വരും. നമ്മൾ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്. എപ്പോഴും കടന്ന് അവരെന്ത് വിചാരിക്കും? ചേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്താടാ മോനെ? നിങ്ങളുടെ തന്ത ആരാന്നായിരിക്കും. ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് കൊച്ചല്ലേ, മനസ്സിലാവൂല. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. ഈ ചെറുക്കൻ സ്വപ്പ പെശാണെന്നാണ് തോന്നണേ. കൂടെ കൊണ്ടുവിടുന്ന കൊടുക്കാൻ പാരയാവോ? എടി, ഇവൻ മറ്റു 4 പേരെ പോലെ കഴുതയല്ല, 10 വയസ്സ് കൂടുതലാ. എന്തോന്ന്? തലയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന്. മുടിയാ? എങ്കി പിന്നെ മുട്ടയടിച്ചങ്ങ് വിട്ടുകളയാന്ന്. മുടിയല്ലടി, ബുദ്ധി. ഓ, നിങ്ങൾക്കില്ലാത്ത സാധനം. എടി, ഇവനെ കൂടി നമ്മുടെ പ്രൂഫിൽ പെടുത്തിയ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. മൊണ്ണയാണെങ്കിലും നിങ്ങളുടെ തല. കൊച്ചേ, ഇനി മുതൽ നീയും ഈ 4 പിള്ളേരും ഒന്നാണ്. 4 1 5 അല്ലേ? അയ്യോ, ഒറ്റ കെട്ടായിരിക്കണമെന്ന് പറഞ്ഞാണ് മനുഷ്യ. അമ്മോ, ഇങ്ങനെ ഒരു രാപകലില്ല അധ്വാനിക്കുന്നവരുടെ കമ്പനിയാണിത്. ഇവിടെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ജോലി, അത് തെണ്ടലായാലും മോഷണമായാലും കൃത്യമായി ചെയ്ത് കാശ് ഞങ്ങൾ ഏൽപ്പിക്കണം. നിനക്കുള്ള കമ്മീഷൻ തരും. അത് മോശമല്ലേ? എന്ത് കമ്മീഷൻ കിട്ടണം? വേണ്ടെങ്കിൽ വേണ്ട. ഇവന് കമ്മീഷൻ വേണ്ട. മനുഷ്യ വെയില് മൂക്കുന്നു. ആ, എല്ലാം എടുത്തോടാ, ഞാൻ വണ്ടി ഇറക്കാം. ജീവിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമമെന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്. പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എന്നാ പിന്നെ പശുവിന് വാടകയ്ക്കെടുക്ക്. വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മലങ്കോള് തന്നെ കിട്ടണേ. പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ, വാഴ പിടിക്കാണ്ട് അള്ളു വെക്കണ പോത്തെ. വണ്ടി ഒന്നും കാണാനില്ലോടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസ് ചെയ്ത് ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ, ജാക്കി. അവനത് ചെയ്തോളും. നീ വന്നേ. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും? എന്റെ കർത്താവേ. സക്സസ്. പോലീസെങ്കിൽ പോലീസ്. എന്തൊരു ഗതികേട്. ഇനിയിപ്പോ എന്താണോ ചെയ്യാ? ഞാനെന്ത് ചെയ്യാനാ? എന്ത് പറ്റി സാർ? പഞ്ചറായി. ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്തായിരുന്നെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം. സാറ് ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തെങ്ങാണ്ട് ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിനില്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനും കൂടി പഞ്ചറായിട്ട് ആ 2 പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പറായിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ. ഞാൻ പോയി വിളിച്ചോട്ടെ. വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ് ആയിക്കോട്ടെ, എവിടെ വേണം, നമുക്ക് കാശ് കിട്ടി. എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടിരാ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് എന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം ഇട്ടത്? ഞാനല്ല, പശുവാണ് ചാണകം ഇട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം ഇട്ടത്? പിന്നെ
ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കയറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദേ സംശയം ഉണ്ടെങ്കിൽ ആശാൻ ഈ വണ്ടിയിൽ ഒന്ന് കയറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ എന്നല്ലേ? അയ്യോ ആശാനെ എര വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്, ഞാനവരെ പിടിച്ചിരുത്തിരിക്കാം. വേഗം വാ. പഞ്ചർ പ്രദേശ് റെഡി. ജീപ്പിക്കാര് തുടക്കം മോശമല്ല. ഐശ്വര്യമുള്ള ഒരു അള്ളി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താ തെണ്ടി? അതിനെന്താശാനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും. പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ പ്രദേശ് ഇത് കൊള്ളാമല്ലോ. അതെ സർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്തും. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത എത്തും. പഞ്ചർ എവിടെയുണ്ടോ അവിടെയുണ്ട് പഞ്ചർ പ്രദേശ്. അതെ, ഈ പഞ്ചര കണ്ടുപിടിച്ചേ അല്ല ആശാന. പ്രദേശ് റെഡി. പണി തുടങ്ങൂ. ഇവര് തുറക്കും. സാറ് നിന്ന് കാര്യം കഴിക്കണമെന്നില്ല, തീരെ താഴെ എടുക്കും. സാറ് പോയി ചാടിച്ചിട്ട് വാ. ആശാനെ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോള എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷേറാ? എടാ, നാട് മുഴുവൻ കള്ള ട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹപ്പിരിവും RTO ഏമാന്മാരുടെ ഉല്ലാസപ്പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ ഓച്ചന്തുരത്തിലെങ്ങാണ്ട് ഒരു പഞ്ചറുകട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 ഉലുവ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ടമാരി എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. ആ സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറിന് പോലീസുകാരൻ അതിന്റെ പേരിൽ 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ കാശ് ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത കാര്യത്തിന് താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, 1 മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി. മേലെ ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ. ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി. ഞാനൊരു അനാഥനല്ലേ. ശരി, ബ്രദേഴ്സ് ഗെറ്റ് റെഡി. ലൊക്കേഷൻ ഷിഫ്റ്റ്. ഈശോയെ, മോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു. പക്ഷെ ചെലവിലുള്ള കാശ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ വല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണമെങ്കിൽ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായക്കട നേരത്തെ അടച്ചാ? എങ്ങനെ അടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം, എന്റെ അമ്മേ, ആ കേശവുള്ള ചേട്ടന് ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. എന്ത് നിന്റെ കാര്യമല്ലടാപ്പ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള ആപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. ഫസ്റ്റ്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ അതെ, പോകുന്നത്? ഈ ഫുഡിനൊക്കെ ഇൻസ്പെക്ടർ ഉണ്ടോ? പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കണ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ? അതെ, ഈ കോംപ്ലിക്കേഷൻ എടുത്ത് എന്ന് തീരുവിടോ ബോസേട്ടാ? ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. അയ്യോ, ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം ഓടിക്കോ? ഞാൻ അടുത്ത് എഴുതും. അല്ലാണ്ട് ഞാനാ ഇവന് മാറ്റം നിനക്കൊന്നും തോന്നുന്നില്ല. ശീലമായി പോയി. എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു. എന്തൊരു ഗന്ധം! എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല. നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്രം മാറ്റിച്ചേ അടങ്ങും. നീ മാവില് മരുന്നടിച്ചിട്ട് അതില് തേങ്ങ ഉണ്ടായെന്ന് കേട്ടല്ല? അതരബദ്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി.
എങ്ങനെ മാവിനടിച്ച് അതെ മാസ വാടകയും ചോദിച്ചു ഓണർ ഒരാളെ വിട്ടായിരുന്നു. 5-6 വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ. വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒറ്റ ഇടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞാണ് പോയേക്കണത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകാത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? MG ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്? നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാളെ ബസ്സിൽ കയറി ആൾക്കാരെ പറ്റിക്കാളിന്റെ റിഹേഴ്സലാ. അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്? ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്. ഇവന്റെ പരാതിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേ ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്. നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇടവരുത്തരുത്. ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു. ഇയാൾ എന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. ആരും വിളിക്കണ്ട. ഇയാളെ മാറ്റി മോത്തിട്ടുണ്ടല്ലോ. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലാന്നും പറഞ്ഞു. എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ്, ഇവിടുത്തെ വാടക, റമ്മിരിപ്പുണ്ടോ? അടി തുടങ്ങാം. മനസ്സിലായി? മനസ്സിലായ? അരിതാമ്മ. പൈസ താമ. ഇനി ആരോഹണത്തിൽ പാടൂ. സബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതക്കടാ. എടാ സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്നെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. എന്റെ മുന്നിലേക്ക് ഇങ്ങോട്ടിട് മനുഷ്യ, ഇങ്ങോട്ടിട്. ഇരിക്കടാ, എഴുതക്കടാ. നീ പാടിക്കൊടു. തരിക തരിക നല്ല സാരി തരൂ അമ്മ. സംഗതിയൊക്കെ തറക്കിട്ടില്ല. പക്ഷെ നിന്റെ അമ്മയ്ക്ക് വിളി ശരിയല്ല. എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. സാധവം. ആ ഇത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. മുസ്തഫ സ്റ്റാൻഡപ്പ്. എഴുതേക്കടാ. എടാ നീ നാളെ ബസ്സിലെ കാർഡിയോളജിസ്റ്റാ. എന്ന് വെച്ചാൽ എന്താ? എടാ ഈ ബസ്സിൽ കാർഡ് ഇട്ട് തെണ്ടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതാണ് കാർഡിയോളജിസ്റ്റ്. ആരാ? കാർഡിയോളജിസ്റ്റ്. ആ എന്താടാ മിഴിച്ചു നോക്കുന്നേ? കേട്ട് പഠിച്ചോടാ തണ്ടി. ഇരിക്കടാ. ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി. എഴുതേക്കടാ. അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? 1000 പാദസ്വരങ്ങൾ കിലുങ്ങി. സംഗതി കൊള്ളാം. പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാൽ തമിഴ്നാടാ. തമിഴ് വേണം. തമിഴിൽ എങ്ങനെ പാടും? ഇത് തന്നെ പാടാ. 1000 പാദസരങ്ങൾ കിലുങ്കി ആലുവാപ്പുള പിന്നെയും ഒഴുകി ഗമപ്പ ഒഴുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയാ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനു മുമ്പ് പോലീസ് പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ്. ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ നമ്മൾ ക്രോൺപനെയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞ. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ മക്കളെ? സത്യം പറഞ്ഞ നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കിയാലുണ്ടല്ലോ. ചീത്താക്കിയങ്ങൾ എന്തോ ചെയ്യും? കൊല്ലിക്കാനല്ലേ? നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഓമ്യങ്ങൾ കാണിക്കരുത് കേട്ടോ. ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ. ഒന്ന് എടുത്തരോ പ്ലീസ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് 2 കാര്യം. പോയി പിടിക്കേ. നീ എവിടെ പോയിണ്? ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട. നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ. മക്കള് മോട്ടിക്കണ്ട കേട്ടോ. കട്ടാ മതി. പിന്നെ ഈ നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക് കേട്ടാ. ഷീ കോൺഫിഡന്റ്. സോറി. സമ്മതിച്ചടാ. നാളെ നിനക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. ഞങ്ങളിതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായംകുളം കുറ്റനെ കടത്തി വിട്ട് നോയിക്കോ. സൂക്ഷിക്കണം. പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂമ്പിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കുലത്തെ സാധനം വേണ്ട. നല്ല കോസ്റ്റ്ലി ആയിട്ട് നോക്കി എടുക്കണേ മക്കളെ.
ആ നീ എവിടെയാ പോണത്? അവരെന്നെ പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ. തലക്കെട്ടുണ്ടല്ലോ. വീട് കിട്ടി എടുത്താ അവിടുന്ന് പെറുക്കിയെടുത്തു. കായംകുളം കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോ മക്കളെ. ചെല്ലി 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 പോ. നീയോ? അത് ഹോട്ടലില്. ഹോട്ടലില്ല, അവിടെ സാപ്പാടി സമയം കളയരുത്. കളക്ഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കണം. ചാടി ചാടി പോ, ചാടി ചാടി പോ. ആ നീയോ? ഞാൻ മാർക്കറ്റില്. ആ തിരുത കണ്ട വിടണ്ടാട്ടോ, നല്ല തിരുതനെ പൊരിച്ചില്ല. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചെല്ലി ചെല്ലി. അയ്യോ ബ്ലേഡ് കത്രയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ടച്ച് വിട്ടിട്ടില്ല മക്കളെ. ശരി ശരി ചെല്ലു മോനെ, ചെല്ലി ചെല്ലു. ഈശ്വരാ കണ്ട് പടിമോനെ, തൊഴിലിനോടുള്ള ആത്മാർത്ഥത. അവന്റെ നിപ്പ് കണ്ടില്ലേ? കളക്ടറുടെ മോഹന വിചാരം. ദേഷ്യപ്പെടാറ് ഡാർജിലിംഗ്. എന്റെ തങ്കക്കൂടെ ഒന്ന് കലക്കും. കലക്കുവാ? ഞാൻ ഇന്ന് കലക്കി തരാം. നമ്മൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ കേട്ടാ. ശരി പോ. ഡീസന്റ് ആവും, ഡീസന്റ് ആവും. വരണം സർ. വരൂ മാഡം പ്ലീസ്. ഹലോ. എന്ത് സർ വേണ്ടത്? ഷോ മീ ദി ചെയിൻസ് ലേറ്റസ്റ്റ്. ഞങ്ങൾക്ക് ഒരു 10 പവനോളം വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം, അല്ലേ ചേട്ടാ? യാ യാ. 10 pavans. Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? ഓ Life is beautiful. ഓ നൈസ് ടു മീറ്റ് യു. ഇതല്ലേ ചേട്ടാ മാല? No, no, this is not. That is. അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്. കളി കളി കൊള്ളിനെ കുറിച്ച് കൂമ്പിടിച്ചു പോട്ടും. ഇത് ഷോപ്പാണ്, റിമെമ്പർ മീ. ഓ നൈസ്. ഏത് മാലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് ഇനഫ്. ഹൗ മച്ച് ഗ്രാം വെയിറ്റ്? 79,300. അയ്യോ 10 പവൻ തികച്ചില്ല. Too bad like that. അല്ല നല്ലതാ. That's enough. Okay. Please count it immediately because I'm very busy. തന്നെ തന്നെ. രൂപ. Oh, can I give check? അയ്യോ സർ, ചെക്ക് സ്വീകരിക്കാൻ ഇവിടെ മുതലാളിയില്ല. ഈ മാല മാറ്റി വെച്ചേക്ക്. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വന്നെടുത്തോളാം. Okay. എനിത്തിങ് റോങ്? Nothing. എനി ഡൗട്ട്? No doubt sir. Okay. Hi beauty. Bloody rascal. മാഷേ ഞാൻ കേറി പിടിച്ചിട്ടില്ല. അയ്യോ ഞാനല്ല. അയ്യോ മോശം. അയ്യോ ഇന്നലെ ചേച്ചി പറയൂ. അയ്യോ അയ്യോ ഞാൻ പറയുന്നത് എന്താ ഇടലേ കള്ളനാ. മുക്കൊണ്ട് വെച്ചിട്ട് സ്വർണ്ണമാല മോഷ്ടിച്ചവനാ. നീ ഞങ്ങളെ കുരുതി കൊടുക്കല. ഈ പ്ലാനിങ് നീ ചെറുക്കനെ ചേർക്കണ്ടെന്ന്. കല്യാണം ഉണ്ട്. കോട്ട് വാടക ലിഫ്റ്റ് പോണു. ഓടിയോ 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 ചേട്ടാ. ഇരുന്നുണ്ടോ ദൈവം ചിട്ട. ഞാൻ നോക്കണം. അവിടെ ചേട്ടാ അടുക്കരുത്, ഒച്ചടടുത്ത് അടുക്കരുത്. എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലും. അല്ല കത്തിയോടെ കുത്തിക്കൊല്ലും. ഞാൻ പുതിയ കത്തിയാണ് മൂർത്തിയില്ലാതെ കഴിക്കരുത്. കൊല്ലും ഞാൻ. കൈ മുറിച്ച് ഓടിക്കാം. കൊല്ലും ഞാൻ. ഓടിക്കോടി. അത് കഴിഞ്ഞ് ഓടാം. ചേട്ടങ്ങി പോലെ നീ പോലെ പടിയില്ലേ. ആപ്പിള്. അയ്യോ ഇപ്പൊ ആപ്പിൾ കട്ടിയാൻ പറ്റില്ല. ആപ്പിൾ ബോംബ്. ആപ്പിൾ ഇത് ആപ്പിൾ ബോംബാണ്. ഇത് കടിച്ച പൊട്ടും. പൊട്ടി എല്ലാവരും ചാവും. ഞാൻ ഇപ്പൊ കടിക്കും. ഇപ്പൊ കടിക്കും. ഞാൻ കടിക്കും. അത് ബോംബല്ല, വെറും ആപ്പിളാ. പിന്നെ വന്ന് ഈ കാണല നമ്മൾ അന്തകൻ. അതിനവര് കണ്ണു കാണാൻ നല്ല മനുഷ്യ അന്തകൻ. നമ്മുടെ നായര്.
അയ്യോ അച്ഛനെ വണ്ടിക്കല്ല കയറിയത്, പിന്നെ ചക്കിന് വെച്ചത് ചെക്കിന് കൊണ്ടു. എന്ന് വെച്ചാ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. എടുക്ക്. എന്താ പ്രശ്നം? ഒന്നും അറിയില്ല അല്ലേ? നോക്കി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. ഞങ്ങൾ എന്തിനാ ആശുപത്രി കൊണ്ടുപോകണം? വലിയാടാ, എന്തിനു കൊണ്ടുപോകണം? നീ ഒക്കെ റോഡിലൂടെ ചാണകൂട്ട് നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. ചാണകത്തിൽ അള്ളു വെച്ച് ഞങ്ങളല്ല. അത് ഏതെങ്കിലും കാള അള്ളു തിന്നിട്ട് അപ്പിയിട്ടതായിരിക്കും. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നോക്കൂ സഹോദരങ്ങളെ, ഈ പുള്ളയുടെ കാലിൽ കയറിയ ആള് തള്ളയാണ് സത്യം. ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾ ഉത്തരവാദികളല്ല. പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹ്യവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയയിലൂടെ കൊച്ചിനെ ആശുപത്രിയിൽ എത്തിക്കടാ. പഞ്ചർപ്രദേശ് ഉള്ളേമൊക്കെ ജീപ്പിലിട്. മോൻ നേരത്തെ ഐസ്ക്രീം തിന്നില്ലയോ? 10 രൂപയാണ്. പോണ വഴിക്ക് അള്ളുണ്ട എള്ളുണ്ട വാങ്ങിച്ചു തന്നു. മുറിവുളങ്ങാൻ എള്ളു ശർക്കര നല്ലതാ. പോ. കാല് സുഖമില്ലാത്ത അവൻ എങ്ങനെ നടക്കാനാ? മോനെ അങ്ങോട്ട് ഇറങ്ങി വെക്ക്, ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വരാം. അതെ. അതിന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവല്ലേ? എടാ മോനെ, ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ തമാശ പറയല്ലേ, കൂമ്പുവാടി പോ. ഞാൻ തമാശയല്ല, കാര്യമാ പറഞ്ഞേ. എടാ കുരുന്നേ, എന്തോ നിന്റെ ഭാവം? അങ്ങോട്ട് മര്യാദയ്ക്ക് ഇറങ്ങണം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇട ചെറുക്കാൻ നിന്റെ ആശുപത്രി അള്ളു വെച്ച് പുറപ്പെട്ടിട്ട് ഈ ചെറുക്കൻ അള്ളു മാതിരി അള്ളി പിടിച്ചിരിക്കാണല്ലോ. ഊരിക്കളയാൻ എന്താണ് ഒരു മാർഗം? ഒരു ഐഡിയ. നമുക്ക് 4 പേർക്ക് ഒരു പോലീസ് കേസ് ഉണ്ടാക്കി ജയിലിൽ പോയാലോ? അപ്പൊ ചെറുക്കൻ പുറത്ത്, നമ്മൾ 4 പേര് അകത്ത്. നമുക്കൊരു കേസ് ഉണ്ടാക്കാമല്ല. കേസ് നിന്നെ ഇങ്ങനെ തല്ലി കൊല്ലാടാ കഴുത. അച്ഛനെ ഒരു ഉഗ്രൻ ഐഡിയ. നമുക്കൊരു ഷക്കീല പടത്തിന് പോയാലോ? ഇതാണ് അതെ, തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്ററുകാർ പുറത്തു നിർത്തുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല. അല്ല, ഒരു ഐഡിയ വേഗം പറ, എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ഈ ചെക്കനെ പുറത്ത് കളയാൻ എന്താണ് ഒരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഒന്ന് വേഗം പറയോ. മണ്ടൂസുകളായ നിങ്ങളോട് കഴിഞ്ഞ എന്റെ ജീവിതം പാഴാവും. അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറയുന്ന കരുതണ്ട ബ്രദേഴ്സ്. അല്ല, ബുദ്ധിയില്ലാത്തവരായ ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ. യു ആർ അപ്പോയിന്റഡ്. ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയാമോ? അറിയാലോ. വെരി ഗുഡ്. ഐസ്ക്രീം അല്ല, ചാണകം ഉണ്ടാ. ഇതെന്താണെന്നറിയാമോ? ആ, എന്റെ കാലിക്കുത്തിയ സൂത്രം. ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മറ്റത്ത് വെക്കാം. വല്ല വണ്ടിയും വന്ന് കേറുമ്പോ ഞങ്ങൾ ആ വളവനുണ്ടാവും, വിവരം അറിയിക്കണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മുങ്ങാം. ഡോർമെട്രി പോകാം. ഓക്കേ. ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ. രാജന്റെ കണ്ണിൽ തീ പാറി. വഞ്ചകി, നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാം. നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനുഷ്യൻ ഉറങ്ങണം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണേ. നോവലിസ്റ്റ്. നിനക്ക് പകലിരുന്ന് എഴുതിക്കൂടെ? പകൽ ആമ്പിള്ളേരുടെ നോവല് കുത്തിയിരുന്ന് വായിച്ചിട്ട് വേണ്ടേ അവന് രാത്രിയിൽ ഉണ്ടാക്കാൻ? എഴുതി കൂട്ടിക്കോട്ടേട്ടാ. ഞാൻ ഇതെല്ലാം കൂടി തൂക്കി വിറ്റേ ഒരു ഷഡ്ഡി മേടിക്കാം. തൂക്കാമെന്നാ നിന്റെ അന്ത്യം മരണമായിരിക്കും. കീടനാശിനി എത്തിയെന്ന് തോന്നുന്നു. പോയി തുറന്നുകൂടെ. ഒന്ന് പോയി തുറക്കടാ. ഞാൻ ഉറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. കേശവേട്ട ഒന്ന് തുറക്ക. കേശവേട്ടാ, വാതിൽ എവിടെ കൊണ്ടുപോവാ? തുറന്നു തരാം. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും. ഒന്ന് മിണ്ടായിരിക്കണോ? എടോ, തമ്പയം തുറന്നു കൊടുക്ക്. പിന്നെ എനിക്ക് വരെ പണിയുണ്ട്. ഉറക്കം വരാത്തത് എന്തുകൊണ്ട്? രാത്രി കയറി വന്നോ? എന്തുകൊണ്ട്? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ?
ഇത് ഞാനല്ല. പക്ഷേ ഇത് ഞാൻ തന്നെയാണ്. ഇവൻ പോയില്ലേ? ചാണകം ഉണ്ടാ? ഉണ്ടേം ചെണ്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയല്ലേ? എങ്ങോട്ടായി പോക്ക്? ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും. ഈശോയെ, ഒരു കണക്കിനെ ഒഴിവാക്കിയത്. ഇനി മരണത്തെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടി ആലോചിക്കുകയാണല്ലേ? ഏതായി പയ്യൻ? എന്റെ അച്ഛന്റെ അനിയൻ. ഓഹോ, ആ. എപ്പ എത്തി? എത്തിയതല്ല, വലിഞ്ഞു കേറിയതാ. അള്ളിന് നാളെ വെക്കാത്ത കോപ്പേ. ഏതായി കുട്ടി? പഞ്ചർ ബ്രദേഴ്സിന്റെ തിരക്കിട്ട വർക്കിനിടയ്ക്ക് ഇവന്റെ കാലിൽ ഒരു മുള്ളു കയറി. മുള്ളല്ല അള്ള. അതെ, അള്ള്. അപ്പൊ തന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവനെ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം തലമിടാൻ നോക്ക്. എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട്. എനിക്ക് വീടില്ല. ആ, വീട്ടിലെ പോയി ലോണിന് അപേക്ഷിക്കും. അല്ല, ഈ 12 വയസ്സായ കുട്ടിക്ക് വീട് വെക്കാൻ ലോൺ കൊടുക്കുവാ സാറേ? അയ്യോ. അപ്പൂപ്പ, ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? കൊച്ചു കുഞ്ഞല്ലേ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ, നാളെ കാലത്ത് പറഞ്ഞു. താങ്ക് യു അപ്പൂപ്പ. അപ്പൂപ്പൻ. അതെന്റെ കിടക്കാണ്. എടാ കുട്ടിപ്പീശാചേ, നീ താഴെ ഇറങ്ങി കിടക്ക്. നിലത്ത് കിടന്നാലേ എനിക്ക് തണുക്കും. അയ്യോ. പിന്നെ ഉറക്കത്തിൽ ചിലപ്പോ ഞാൻ മൂത്രം ഒഴിക്കും. ഭണ്ഡാരമടങ്ങാൻ. അതെ, ആ ചെറുക്കൻ മൂത്രം ഒഴിക്കുള്ളു. ഞാനുണ്ടല്ല. മോളെ ഉമേ, പത്രത്തിലേക്കുള്ള ചായ. ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, നീ പോകണ്ട. ആ മോളെ, ആ പറ്റിയാശിങ് തന്നേക്കാൻ പറയും. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നാണമില്ലാത്തമാരാ. ഞാൻ വേണമെങ്കിൽ പോയി ഇടിച്ചു വാങ്ങിക്കാം. നിന്നെ കൊണ്ട് ഇടിക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ പറ്റൂ. കൂടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് പോള് നേരത്തെയാണല്ലോ. എല്ലാവരും ഒന്നിച്ച് കിട്ടണമെങ്കിൽ നേരത്തെ വരണം. ഇവിടെ കൃത്യമായി കാശ് തരുന്ന ഒരേ ഒരാൾ അങ്കിള് മാത്രമേ ഉള്ളൂ. ഹലോ, എന്നും ചായ കുടിക്കുന്നുണ്ടല്ലോ, കാശൊന്നും ഇല്ലേ? ജോലി കിട്ടുമ്പോ തരാം. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. എടോ കീടം, മാഡം, പറ്റൊരുപാടായേ. ഇവിടെ വിഷം മേടിക്കാൻ പോലും കാശില്ല മക്കളെ. പഞ്ചാര അല്പം കൂടുതലാണ്. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? നീ എന്റെ മണ്ടക്ക് കീടടിച്ചാണ്ടല്ലോ. എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കുകയാണേ. എന്തുകൊണ്ട് 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 26 പഞ്ച് ബ്രദേഴ്സ് 306. മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലല്ലോ. അവിടെ ഒരു മുടിഞ്ഞ ചായപ്പറ്റ്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ പറ്റിങ്ങി താ. തരാനുള്ള കാശ് പിന്നെ തരാം. ഇപ്പോഴത്തെ ചായയുടെ കാശ് പറ്റിലെഴുതിക്കും. ചേച്ചി, എനിക്കൊരു ചായ. ഇതാരാ? ചേട്ടന്റെ മോനാ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. കേട്ടോടാ, നീ കാരണം ഈ പെങ്കൊച്ചന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ? ഇനി ഒരു നിമിഷം കൂടെ കണ്ടു ഒരു പിശാച്. ഒന്ന് പോയി താ കൊച്ചെ. വേഗം പൊക്കോളൂ നീ. കൊച്ചേ, കയ്യിലെ കാശ് വായിലെ ദോശ. അതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? പച്ച പാതിരയല്ലേ, കൊച്ചു കുട്ടിയല്ലേ എന്ന് കരുതിയാണ് ഇന്നലെ ഇവിടെ കയറ്റിക്കിടത്തിയത്. ഇനി ഇവിടെ തന്നെ കൂടാൻ നോക്കണ്ട. എന്തിനാ ഞങ്ങൾക്കൊരു ഭാരമായി മാറുന്നത്? നിന്റെ ഊരും പേരും പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. എടാ, നിന്നോടാ ചോദിച്ചേ? ഞാൻ അനാഥന. അന്ന് നിന്നോടൊപ്പം കണ്ട ഹിടുമ്പി അവരെന്റെ ആരുമല്ല. പോകാൻ വേറെ ഇടയില്ലഞ്ഞിട്ടാ ഞാൻ അവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അനാഥനാണെന്ന് നീ പറഞ്ഞ സത്യമാണോ? ആരും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവുന്ന ഒരു കാലം വരും മോനെ. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി, അങ്ങനെ എല്ലാവരും. മോനൊരിടത്തും പോണ്ട. അതെ, ആ പയ്യന് ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേറൊരു പണിയുണ്ട്. എന്താടാ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുഴുങ്ങിയ താറാമുട്ടയും ചാളയും കൂടെ വായിലിട്ട് ചവച്ചിറച്ച് നനഞ്ഞ തുണി കൊണ്ട് വായ മൂടി കെട്ടിക്കിടന്ന് ഉറങ്ങുക.
പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായില് കെട്ടഴിച്ച് മാറ്റി പയ്യനെ വിളിച്ചു വരുത്തി മോനെ എന്ന് വിളിച്ചാ മതി, അവന് ജില്ല വിട്ട് ഓടിക്കോളും. അതിന് മൊട്ടയും ചാളെ വേസ്റ്റ് ആക്കണമെന്നില്ല. പിന്നെ നീ ആ പയ്യനെ വെറുതെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്ന് വിളിച്ചാ മതി. പിന്നെ ആ പയ്യൻ തട്ടിപ്പോവാണ്ട് നോക്കണം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആശാനെ ഇവനെ പറഞ്ഞു വിടലില്ലേ? ഇവനെ പറഞ്ഞു വിടുന്നില്ല. ആശാനെ മിണ്ടരുത്. അല്ല അത് ഇന്ന് മുതൽ ഇവൻ നമ്മളിൽ ഒരു അംഗമാണ്. ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് അറിയാമല്ലോ. ആശാനെ എങ്കിലും പങ്കിലും ഒന്നുമില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെ കൈവക്കാം. ഉമേ എന്താ ഇന്നത്തെ ചായ കലക്കി. ഇത് പറയാനാണ് ഓടി വന്നത്? ഇന്നത്തെ പെർഫോമൻസും കലക്കി. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. എങ്ങനെ? അല്ല ഇങ്ങനെ. ഓ വളരെ നന്ദി. താങ്ക്സ്. പറ്റി തീർക്കാതെ നിങ്ങളെ പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പറയണം. എല്ലാം ദരിദ്രവാസികളാ. അപ്പൊ ഈ പറയുന്ന ആളോ? അത് പിന്നെ നാളെ തരാം. അതെ, ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. ചൂടാവുമ്പോ ഉമയെ കാണാൻ നല്ല ഭംഗിയാ. ആണോ? ഉമ എന്താ എന്നും ചായ എന്നിട്ട് പെട്ടെന്ന് പോരുന്നത്? അയ്യോ, നാളെ മുതൽ ചായ തന്നിട്ട് ഞാൻ പിറ്റേന്ന് പോന്നോളാം. മതിയോ? ഉമയുടെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമ, എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ടേ? എന്താ? അല്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്ന കാര്യം മറ്റ് പ്രദേശത്ത് അറിയണ്ട. അറിഞ്ഞാല് എനിക്ക് തള്ളു വയ്ക്കും. മോളെ ഇവ കള്ളനാ, പറയുന്നത് വിശ്വസിക്കല്ലേ? അല്ല പൊന്നെ പറയട്ടൊക്കെളവാ. കുളം കലക്കി പരത്തിനെടുത്തപ്പോ തൃപ്തി അല്ലല്ലേ? ദേ CC അറിഞ്ഞ് തീരാറായെന്നൊന്നും ഞാൻ വിചാരിക്കില്ലട്ടോ. എടാ രാവിലെ ഒരു ഗ്ലാസ് ചായ തരുന്ന കൊച്ച, നീ ആയിട്ട് ഇല്ലാതാക്കരുത്. നിങ്ങളെ കേശവൻ പിള്ളയല്ല, ശവം പിള്ളയാണ്. വെറുതെ അല്ല മക്കൾ ഇവിടെ കൊണ്ടൊന്ന് പണ്ടാറടങ്ങിട്ട് പോയത്. കയ്യിലിരിപ്പിതല്ലേ മോനെ? നിനക്കൊരു ഭാവി ഉള്ളതാ. ഇയാളുടെ കൂടെ നടന്നാന്ന് നശിപ്പിക്കരുത്. കേശവൻ പിള്ള. റോജുവനെ ഇവനെങ്ങനെ വിട്ടാ പറ്റൂല. ഇവനിട്ടൊരു പണി കൊടുക്കണം. ഇത്രയും വേണോ അപ്പൂപ്പ? വേണം. അവൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഇത്രയെങ്കിലും ചെയ്യണം. രാവിലെ കൊടുത്താ മതി. ഇത് വായിച്ച് അവരത് ശരിക്ക് കുളിച്ച് കോരട്ടെ. 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ പോലും ദേ ഇത്രയും തിരക്ക് കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി. ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്. ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്. ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. നോക്കിയിരിക്കാൻ അടിച്ച് കൂമ്പുവാട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ? അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട. എടാ ഈ തക്കിട പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേൾക്കാൻ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. നിർത്തണം. ശരിയാ, മേവാരാഹും. ഞാൻ അനാഥനാ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശയം കേൾക്കാൻ ആവാരാഹും പാടുന്നത്. കണ്ടില്ലടാ, ആശയം കറിയുന്നത് കണ്ടില്ലടാ. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ, അപ്പൊ കാശേന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ നിങ്ങൾക്കറിയോ, ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അനാഥനായത്. ആശാന് ഞാനില്ലേ? നീ മാത്രമല്ല, ആശാന് ഞാനും ഇല്ലേ? നിങ്ങൾ മാത്രമല്ല ഞാനും ഇല്ലേ? ഇങ്ങനെ കറിയരുത് ആശാന്. ആശാൻ എന്റെ ദൈവമാണ്. ഞങ്ങളുടെയും എന്റെ എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ? ആശാൻ എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം പെരറിഞ്ഞിരിക്കണ എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളനടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കളം വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളയെക്കൊണ്ട ചുമ ഞാൻ നടക്കണില്ലേ? നടക്കണ്ട അവിടെ
ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താം. എന്താടാ എന്ത് പറ്റി? ആശാനെ ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടല്ല, പിന്നെ ഈ കുപ്പിയിലെ സാധനം തീർന്നു പോയി. അതാണ്. എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യത്തിന് അരിയായി. എനിക്കൊരു പക്കടിക്കണമെങ്കിൽ ഒരു ഫൈന് കൂടെ വെള്ളം അടിച്ചാ കുഴഞ്ഞു വിടരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ നിൽക്കണം. ശേഷം 34 ഇവിടെ 34. ആ എന്തായി? ഉമ്മച്ചേച്ചി ഒരു സാധനം തന്നെ വിട്ടിട്ടുണ്ട്. ഉമ്മച്ചേച്ചി എന്ത് സാധനം? ഒരെടുത്ത കർത്താവേ, എന്താടാ? മൊട്ടേന്ന് പിടിച്ചില്ല അവന് മുമ്പ് അവൻ. കർത്താവേ, എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ഓടാ മരപ്പെട്ടി തെണ്ടി കീടം. അയ്യോ, ഞാൻ ഇരിക്കുന്നിടത്തോണ്ട് കാലൊക്കെ തന്റെ താരോട് പറഞ്ഞു. ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാന്. ജാക്കി ചാൻ, ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി. മതി മതി. ജാക്കി ചാൻ സുന്ദരനാണ് കേട്ടോ. ജാക്കി ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കി ചായൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കൺതടത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി, അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ? പിന്നൊരു കാര്യം മറന്നു. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കി ചായന്റെ സ്വന്തം ഉമ. ഇതിനെല്ലാത്തിനും കൂടി 5000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിലയുണ്ടോ? മണ്ടരിക്കത് ഏതടിക്കാനാണ്? സുന്ദരാ, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോഴേ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. നേരത്തെ കയ്യെടുത്തിട്ട് കാര്യം പറയടാ. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിന്? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് പഠിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം. 5000 രൂപ മതിയാ? പോരാ എന്നാലും. തൽക്കാലം എന്റെ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി അടിച്ച് ഞാൻ ചാകേണ്ടി വരും. പോടാ. അപ്പൊ നീ എനിക്ക് തരൂലേ? തരികേല. ഉറപ്പാണ്? ഉറപ്പ്. പോടാ പട്ടി, പോടാ പട്ടീന്ന്. എടാ സൈഫു, നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാശിലി തരാൻ വന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ് ഡാ. ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്ക്? വെറും 15 രൂപയ്ക്ക്. ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. ഇങ്ങോട്ടിരിക്കേ. എന്താ കാര്യം? ആശാനെ, എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. എത്ര വയസ്സായി? അമ്മക്ക് 40, 45. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. 50. അമ്മക്ക് സുഖമില്ല, 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ആശാനെ ഞാൻ കൊടുക്കാം ആശാനെ. അല്ലെങ്കിൽ വേണ്ട ആശാനെ, ഞാൻ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം. 5000 രൂപ. പെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ. എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിനിത്തിരി പുളിക്കും. ബ്രദേഴ്സ്, റിലാക്സ്. 3, 4, ഇങ്ങോട്ട് 5. മാറിയില്ലെങ്കിൽ എങ്ങോട്ടാണേ? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കളവൻ പുറയുന്നു വിളിക്കും. വെറുതെ അല്ലേ ഇയാൾ ഗതി പിടിക്കാത്തത്. ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ.
അപ്പന്റെ കത്തേറ്റു. വാ 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 വാ. ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എന്നാ കടലപ്പരിപ്പ്, എന്നാ ജോലിയുടെ പൊറോട്ട മാവ്. എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചെടുത്ത് മാറ്റി വെച്ചേ. ചേട്ടോയ്, ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ടോ? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധന വേണ്ടേ? ഈ ലേഡീസിന് പറ്റിയ വല്ല ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ് പഞ്ഞി ബിസ്ക്കറ്റ്? ഇതെന്താണ്? ഇതല്ല. പിന്നെ തനിക്ക് എന്താ വേണ്ടേ? ഇതെനിക്ക് വേണ്ട, ഇതവിടെ വെച്ചേക്ക്. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്. പൊറോട്ട മാവോ? 2 കിലോ ഉഴുന്നുരിപ്പ്. എന്ത് പരിപ്പ്? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യടോ. ചേട്ടൻ 3 എടുത്തോ, വെറുതെ ചൂടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും. മുഖത്തിന്റെ ഷേപ്പ് മാറും. യെസ് സർ. ഈ മാലക്ക് എന്താ വില? इसका 500 रुपीस. 500. 3 അല്ല, 1 500 rupees. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്, പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? No sir, one chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ അത്? This one. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ചേക്ക്. അവിടെ തന്നെ Sir. അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ? നീ ഭംഗിയുള്ള സാധനങ്ങൾ വേറെ ഏതുണ്ടാവും? नीचे 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 देखो. കർത്താവിന്റെ പൊറോട്ട മാവാണ്. ഇതിന് കിത്തിന രൂപ? ഇതിനൊക്കെ सब अलग अलग प्राइस है ना साहब. सब अलग अलग प्राइस है. ഒറ്റ ഇലക്കിന് പോവും. ഓ, ये दिलवाले 700 rupees. ഈ ദിൽവാല 700. Yeah. ഇത് ये दुल्हनिया 800. അപ്പൊ ഇതോ? ലേ ജായെങ്കിൽ ഷുവർ അല്ലേ? കോൺഫിഡന്റ്? Sir. ആ, ये ले लो, खूबसूरत है साहब. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ, ചേട്ടാ, ഇവിടെ. ആ, എന്തായി? അയാള് പറഞ്ഞു മനസ്സിലായ? ഇഞ്ചടെ ഇറക്കാ? മനസ്സിലായില്ലല്ലേ? ഇല്ല. അത് നല്ലതാണ്, മേടിച്ചോളാൻ. ആണാ? അനിയാ, കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസിൽ ഉണ്ടായിരുന്നു. അറിവ് കേട്ട മുണ്ടം. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാൽ മതി. Yes sir. ഇതിനെത്ര വില? 100 rupees sir. 100. सर ये देखो, अच्छा है. Yes sir. ആ പെർഫ്യൂം എടുത്തേ. അത് ലാസ്റ്റ് വൺ. അതെ, ഞാൻ കണ്ട്. മറ്റത് അല്ല, അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. ആ, നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ. നോക്കിക്കളാ. ഒരു മിനിറ്റ് നിർത്തി. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ് ആർക്ക് വേണമെങ്കിലും ഏതെടുത്താലും. എനിക്ക് ഒന്നും മതിയാ? ആ, ഏതെടുത്താൽ 20 രൂപ, ഏതെടുത്താൽ 20 രൂപ. നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ? നിന്നെ പോലെ.
നമുക്ക് മുകളിലേക്ക് പോവാം. വാ. മിലി മോൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ മേളിലുണ്ടാവും. ഈ കായലില് ഇന്ന് മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങണം. ജോജി എന്ന അനാഥ ബാലനാണ് രക്ഷകനായത്. അവളെവിടെ? ആര്? വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി ഇന്ദു മേനൻ. എന്റെ ഫോമർ പട്ടമഹിഷി. അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ. എന്താണാവോ കാര്യം? അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ. അവളെപ്പോ കാണാൻ പറ്റില്ല. കണ്ടേ പറ്റൂ. മേനൻ സാറേ, അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന്. രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളും ഒക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ. എന്റെ മോൻ എവിടെ? എവിടെയെന്നാണ് ചോദിച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെ? മകന്റെ സംരക്ഷണാവകാശത്തിന് വേണ്ടി കുടുംബ കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ? അവൻ എവിടെയെന്നറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ്. അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വവും. ഇപ്പോഴെന്തിനാടോ ഈ ഒച്ചയും ബഹളമൊക്കെ? ഡിവേഴ്സ് പെറ്റീഷനിൽ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ? അതെ, ഇന്ദുമേനൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ വിസാർഡ്. നിങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം അതല്ലേ? അത്രയ്ക്ക് പഴഞ്ചനായിരുന്നു നിങ്ങളുടെ മനസ്സ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മോസ്റ്റ് മോഡേൺ ഭർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന്. അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ. എന്നിട്ടും എന്റെ പഴമനസ് ഭാര്യയെ അടിമയായി കണ്ടില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട്. നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം. ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ്. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ചതല്ലേ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല മേന്നെ. അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഞങ്ങളുടെ മകൻ. കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല, നിങ്ങളുടെ മകൾക്ക് പോലും. താരാട്ടിന്റെ ഈണവും അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ. അതുകൊണ്ട് മാത്രമാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളം ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരു അപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും പൂട്ടി അംഗീകരിച്ചത്. ഇല്ല, ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും. മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം. ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടു. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ മെഡൽ. എപ്പോ എവിടെ വെച്ച് എന്തിന്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത് കളം തല്ലി പൊട്ടിച്ചല്ലേ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും പന്നി. നീ പുറ പോർക്കെ. അല്ല, അവനെന്താ ഒരു മൂഡ് ഓഫ്? മോനെന്താ വല്ലാണ്ടിരിക്കുന്ന? വെള്ളത്തിൽ വീണോണ്ടാണോ? അല്ല, എനിക്ക് പേടിയാവുന്നു. ധീരനായ നീ എന്തിനു പേടിക്കണം? ഇനി അവരെന്നെ കണ്ടുപിടിക്കും. ആര്? അനാഥാലയത്തിലെ ചെമ്പൂതം. ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ. കീടനാശിനി കൊടുത്തു. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ അപ്പൂപ്പനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടല്ലോ.
മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല. ഐ ലവ് യു ഡാഡ്. കാണാതാകും മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ അമ്മ അറിയാതെ അവൻ എനിക്ക് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശം ഞാനും തിരിച്ചയക്കും. ഐ ലവ് യു ടു. അകന്നിരുന്നപ്പോഴും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരുന്ന കണ്ണി, ഞായറാഴ്ചയാവാനുള്ള കാത്തിരിപ്പ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ അവന്റെ മെസ്സേജിന് വേണ്ടിയുള്ള തപസ്. തനിക്കറിയില്ല ബോബി, മകന്റെ രൂപം കാണാതെ, അവന്റെ ശബ്ദം കേൾക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ നിർഭാഗ്യം. കാം ഡൗൺ മിസ്റ്റർ രാജീവ്. തൽക്കാലം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടെന്ന് വെക്കാം. കാരണം അവരുടെ കയ്യിൽ അവനെ കിട്ടിയാൽ സ്വാഭാവികമായും തന്റെ വൈഫിനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും. അവിടുന്ന് സച്ചിനെ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം. മനസ്സിലായില്ല. ഇപ്പോ ഏത് കേസിനും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ സമീപിക്കുന്ന കാലമാണല്ലോ. എന്തുകൊണ്ട് നമുക്കും ആ വഴി നീക്കൂടാ? ദി ഡയറക്ടർ DHEDARETTYR. താൻ എന്തോ പറയുന്നേ? എന്നെ പഠിപ്പിക്കണ്ട. OPR അത് ഞാനല്ല സാർ, ഞാൻ അലിയാർ. അതെനിക്കറിയാം. എന്താ സാർ കാര്യം? അല്ല, 10 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു. അദ്ദേഹം ആരാ മോൻ? ഇന്ത്യയെ തകർക്കാൻ വന്ന 2 തീവ്രവാദികളെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കാണിപ്പോ. ഇച്ചോക്കിനെ വെട്ടിച്ച് നീ ആള് മാറിപ്പോയി. എടാ തീവ്രവാദികളെ നിക്കടാ. ഇതെന്താ പക്കത്തിലെ പുലിക്കൂടായിരുന്ന? എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ? ശരിയാ, എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓടാല്ലേ? അതിരിക്കട്ടെ, എവിടെ നിങ്ങളുടെ വീട്? ബോംബെയില്. ബോംബെയിലാ? ബോംബെയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983-ല്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. യോ, സമയം ഒരുപാടായി. എന്നാ നമുക്ക് ഓടാം. ഓടാം. എന്നിട്ട് ഓടിക്കരുത്. ഒരു വണ്ടി ഒന്നുമില്ലേ? വിട്ടോ വിട്ടോ. ഇവിടെ സുട്കേസായിട്ട് പോണില്ലേ? അവര് പോയ പോ. ഇയാളെന്താ മന്ന ബുദ്ധിയാണോ? പോകല്ലേ, പോ പോ. ജോലിയിൽ പോണ പോലെ പോട്ടെ. ഇത് പോയില്ലേ? എടോ ഈ OPR ചോക്കിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിൽക്കാൻ മിസ്സിംഗ്, പിന്നെ മിസ്സിംഗ്. ഓഹോ, കയറ് കാട്ടി പേടിപ്പിക്കുന്നോ? എടാ, ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ. നീ കണ്ടോ എന്റെ അമ്മ തെങ്ങ് കെട്ടല്ലേ? അയ്യോ കെട്ടല്ലേ. എടാ എടാ, ശ്വാസം മുട്ടണ്. ആട്ടച്ചാക്കിന്റെ അസുഖമുള്ള വലിയ കെട്ടല്ലേ? എടാ വിടാ. എടാ കെട്ടഴിച്ചിട്ട് പോടാ. അയ്യോ എടാ കെട്ടല്ലേ. നോക്കള്ളപ്പോഴാണോ കയറ്? അയ്യോ പിന്നെ വിളിക്കാം. മണി 11 എനിക്ക് കോടതിയിൽ പോണം. എന്താണ് സാർ കേസ്? അതൊരു തല്ല് കേസാ. സാറിന്റെ കേസല്ല, OPR സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. അത് കൊടുത്തുകൂടി ഞാൻ വിളിച്ചോണ്ടിരിക്കാം. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് സീറ്റ് ആണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ളയപ്പം റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ, അത് 2 ബാക്കി സഞ്ചാരന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്നെ തലേ കെട്ടിവെച്ച്.
6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. അമേരിക്ക. പിന്നെ ഒരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നെ. അല്ല, താമന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ OPR കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പോക്കോ പോക്കോ. പിന്നെ ഒരു പ്രധാന കാര്യം. എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. പൊക്കോ. അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനമുണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും തീവണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റാഗുളികാസ്. TV സീരിയലായിരുന്നു. ഞാൻ വാ. ഒയ്ക്കോ, ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടാകുന്ന നന്നായി. ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു. ഉണന്നെന്നാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ബാലരാമൻ. ഇൻസുറൻസ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ. ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇതെവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്തുനിന്ന് പോയത്? അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഓ, നീ എന്തോ ഇങ്ങനെ? അല്ലേലും ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേയോടി എന്റെ പൊന്നു ദാക്ഷ. മോനോടി, ഞങ്ങൾ ഇപ്പൊ വരാം.
കണ്ണിലെന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2, 1.5 അടിയും കൃത്യം. മോന്റെ അച്ഛനും അമ്മയും അവർ രണ്ട് വഴിക്ക് പോയി. My God. എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്ക് തന്നെ. മോനെ, മോൻ മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മോൻ മാമന്റെ കൂടെ വാ. വാ വാ. തനിക്ക് എന്താ കാര്യം? ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഇത് ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ 3.5 അടി 1 അടി തീർന്നത് ഭാഗ്യം. കിടക്കായിരുന്നില്ലേ മോളെ? നേരം ഒരുപാടായി. കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല അച്ഛാ. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായെന്ന് അച്ഛനറിയോ? ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണോ നീ പറയുന്നത്? DGPയെ കൊണ്ട് സകല പോലീസ് സ്റ്റേഷനിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം മനസ്സിലാക്കാൻ ഈ അച്ഛനാവും മോളെ. ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് അവൻ തന്നെയാ, ആ രാജീവ്. നോക്കിക്കോ, അവൻ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, ഒരു പോറല് പോലും ഏൽക്കാതെ നിന്റെ മോനെ ഈ അച്ഛൻ തിരിച്ചു കൊണ്ടുവരും. ഹലോ, അതെ പോലീസ് സ്റ്റേഷനാണ്. എന്ത് പശുകുത്തി എന്നാ? ഏതെങ്കിലും വനിതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറ. വല്ല കാളയോ പോത്തോ കുത്തുമ്പോ ഇങ്ങോട്ട് വിളിച്ചു പറ. വെക്കടാ സാർ, അവര് വന്നിട്ടുണ്ട്. വണക്കം. ഏതായാലും സാറ് വിളിപ്പിച്ച സ്ഥിതിക്ക് വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. ഇതും കൂടി ആകാന്ന് കരുതി. ദേ, മോഷ്ടിച്ചതല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അയ്യോ, ദേ ഫോൺ വേസ്റ്റ് ആയി. വെക്കടാ ഫോൺ. വെക്കടി, ബാഗ് വെക്കടി. സോറി. പിന്നെ ഇത് ഫ്രൂട്ട്സ് ആണ് സാർ, ഇത് ബേക്കറി സാധനങ്ങൾ. മോഡേൺ ബ്രെഡ് എവിടെ? അയ്യോ, അതെടുക്കാൻ പറ്റിയില്ല. വലിച്ചെടുക്കാൻ ഞാൻ എന്നോട് പറഞ്ഞല്ലോ. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് കുട്ടിയാണ്. കുപ്പിയാ? അയ്യോ, കുപ്പി കൊണ്ടുവരാൻ മറന്നുപോയി. വേണം ഇപ്പൊ വരുത്തിക്കാം. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി സാറ് കഴിക്കൂല. ഇല്ലേ? കുപ്പിയല്ല, കുട്ടി. അയ്യോ, സാറിന് കുട്ടിയില്ലടി, പാവം. കുട്ടി വേണോ? ആട്ടെ, വൈഫുണ്ടോ? ആ കുട്ടിയല്ല, ഇതൊരു കാണാതായ കുട്ടിയെ കുറിച്ചാണ്. അത് ശരി. അയ്യോ മക്കളെ, ഇനി വരി, ഇപ്പൊ വരി. 1, 2, 3, 4, 5. ഹായ്, ഇതെല്ലാം എന്റെ മക്കളാ. എന്റെയും. രണ്ടുപേരും. ഓഹോ, എന്താണ് അതിന്റെ പേര്? രാജ് കപൂർ, ഷമി കപൂർ, ശശി കപൂർ, ഋഷി കപൂർ, അനിൽ കപൂർ. കൊള്ളാം, എല്ലാ സിനിമ ഫാമിലിയാണല്ലേ? ഓരോ സിനിമയും കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി പറയാൻ വയ്യ. എനിക്ക് വേണ്ടത് ഇവനെയാണ്. വിടല്ലേ സാർ, ഇവനാണല്ലേ സാർ. ഇവനെ ഞാൻ തിരക്കി നടക്കുകയാണ്. ഇവൻ എന്നെ പറ്റിച്ചവനാണ്. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിടില്ല സാർ. സാർ ഇവനെ കണ്ട ഉടൻ എന്നെ വിവരം അറിയിക്കണം. നമ്പർ 427593. ഓക്കെ? അതല്ലടോ, പിന്നെ താൻ തന്നെ ഇവനെ കണ്ടുപിടിച്ച് ആ നിമിഷം ഇവിടെ എത്തിക്കണം. ഇവനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഓഹോ, മുകളിൽ നിന്നുള്ള ഉത്തരവാ. കാണാതായ കുട്ടിയെ കണ്ടുപിടിക്കേണ്ടത് പോലീസല്ലേ? അതെന്റെ ഡ്യൂട്ടി അല്ലല്ലോ. സാറിനോട് അധികം പ്രസംഗം പറയൂടാ. രണ്ടെണ്ണം കൊടുക്കട്ടെ സാർ? ഇപ്പൊ കൊടുക്കണം. അവൻ കണ്ടുപിടിച്ചുകൊണ്ടുവരും, അപ്പ കൊടുത്താ മതി. ഇല്ലേടാ? അത് മതി. ഒരാഴ്ച ഞാൻ സമയം തരും. എന്നെ പറ്റിക്കാൻ നോക്കരുത്. അതുവരെ ഇതിൽ ഒരുത്തൻ ഇവിടെ കിടക്കട്ടെ. ഒരാൾ മതിയോ? രണ്ടുപേരും നിൽക്കട്ടെ സാർ. എന്താണ് അതിന്റെ പേര്? ഋഷി കപൂർ. ആ, ഋഷി കപൂർ മാത്രം ഇവിടെ കിടന്നാ മതി. ബാക്കി കപൂർ ടീം പോവാൻ നോക്ക്. വണ്ടി വിട്. നിന്നോടും കൂടിയാ പറഞ്ഞത്. ആ സീറ്റ് എടുത്തോടി. അല്ല, ഇവിടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. വരാതിരിക്കല്ലേ, അല്ലെങ്കിൽ കയ്യെന്ന് വിടറ. സച്ചേ മോനെ, സച്ചേ, സച്ചു മോനെ,
സച്ചിനെ സച്ചിൻ ആഹാ എന്താടാ എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിൽ നിന്ന്. നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ബ്രദേഴ്സ് ഗെറ്റ് റെഡി. ഗുരു അമ്മേ മാജിക് ലാമ്പ ഇതായിരിക്കുന്ന കസേരയായിരിക്കും. അല്ല, ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈ കൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ വേണം. ഈ പില്ലോ 1, 2, 4 ആട്ടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. അയ്യോ, ഒരാൾക്ക് 2 നേടല്ലോ. സലാം. ഏക്കണ്ട് ആശാക്കാലക്ക് ബെസ്റ്റ് ടൈമിംഗ്. പൂത്തി. എന്താ എന്താ? ഒന്നുമില്ല. കള്ളു കൊണ്ടടാ. എന്താ എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ, എന്താ എന്താ അവിടെ പോയി കിടക്കണോ? ഇതിന്റെ അടിയിലുമില്ല. സച്ചി ഇവിടെ വിളിച്ചു. കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ വന്നാൽ തിങ്ങളിരിക്കും. ആരാടാ നീ? ഞാൻ ഇച്ചു നോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല, ഇച്ചു നോക്ക്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കല എന്റെ ജോലി. കുട്ടിയെ പിടിച്ചുകൊണ്ടു പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നവൻ.
എന്റെ പൊന്നു ബ്രദേഴ്സ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല, അവൻ അനാഥനും അല്ല. വേണ്ട വേണ്ട, കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമായില്ല സൂചി വെക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. ജോജി. അയ്യോ, അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ. കാണാതായ കുട്ടിയെ കണ്ടെത്താൻ നിനക്ക് 7 ആഴ്ച സമയം തന്നു. 7 ആഴ്ചയോ? ഒരാഴ്ചയല്ലേ? എടാ, 7 ആഴ്ച കൂടുന്നതാ ഒരാഴ്ച. അതറിയില്ലേ? തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. ഞായറാഴ്ചക്ക് ശേഷം ഒരാഴ്ച കൂടി തരണം സാർ. തന്നിരിക്കും. തിങ്കളാഴ്ച. അത് നേരത്തെ തന്നില്ലേ? ഇല്ലേ? അതെ, നേരത്തെ ഒരാഴ്ച കൂടി സമയം തന്നാൽ അതിനു മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവില്ലേ? സാർ പോയിക്കോ, വരുമ്പോഴേക്കും ഞാൻ ചക്കര കൊണ്ട് നിർത്താം. ഇടിച്ചതിന്റെ പെന്തകം തർത്തമായി ഞാൻ. വാച്ച് കോസ്റ്റ്ലിയാ. വാച്ചല്ല, മനസ്സ്. ചങ്ക് വിളിച്ചു കാണിച്ചാലും മുല്ലപ്പ് എന്ന് പറയുന്ന സാറിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാകത്തത്. മനസ്സിലായടാ? എനിക്ക് മനസ്സിലായി. പോക്കറ്റിൽ നിന്ന് കൈയെടുക്കടാ. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരന്റെ പോക്കറ്റ് അടിക്കുന്നോടാ കള്ള റാസ്കൽ. കോൺസ്റ്റബിൾ. മതി മതി മതി. ഇനി ഇവനെ ഇടിക്കാതിരിക്കുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നീ എന്തിനാണ് കരയുന്നത്? അതല്ലേട്ടാ, 4ാമതൊരു ഇടിയും കൂടി ഇടിച്ച് കുറച്ചു ഈ ചേട്ടൻ ചത്തുപോയാൽ നമ്മളല്ലേ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടത്. മേശപ്പുറത്തിരിക്കുന്ന എന്നോട് തമാശ പറയുന്നോടി, മിണ്ടിപ്പോകരുത്. ഒരു കാര്യം ചെയ്യാം, ഇവൾ ഇവിടെ നിൽക്കട്ടെ, നീ പോയി കുട്ടിയെ കൊണ്ടുവാ. കേട്ടോ, ഈ രണ്ടുപേരും നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല, മണ്ണുണ്ണികളാ. ആ എലിമ്പം പോലീസ് ആണ് ഈ കുരച്ച് എന്താടി? അല്ല, ചോദിക്കുന്ന പീഡനത്തിന് സാധ്യതയുണ്ടോന്ന്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞ് ചേട്ടന്മാരെ കണ്ടാ നല്ലവരായിട്ട് തോന്നുന്നു. ഞാനിവിടെ നിന്നോളാവേ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി. ഇവിടെ കിട്ടുമോ? എന്തു പറയുന്നടാ? ഒരു കാലിച്ചായം കൂടി കൊടുത്താൽ സന്തോഷമായി. ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുവന്ന് തരണം. അതുവരെ ഈ മസാല ദോശ ഇവിടെ. മസാലസയല്ല, മസാല ദശ. അത് പറ്റില്ല സാർ. കിടത്തയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കിടത്തണം. ഒരുമിച്ച് കിടത്താൻ ഇതെന്താടാ സുഖവാസ കേന്ദ്രം? കുഴപ്പമില്ല സാർ. സാർ, ഇവളെ ഇതേ ഷേപ്പിൽ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഷേപ്പ് മാറ്റില്ലേ സാർ? അയ്യേ, ഈ ചേട്ടന്റെ ഒരു കാര്യം. ആൾ ഇന്ത്യൻ സാർ, മീ കസിൻ സിസ്റ്റർ. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ ആണുങ്ങൾക്കാ ഇപ്പൊ പേടി, അല്ലേ സാറേ? എന്നാ നീ പോ. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പോകാം സാർ. എന്നും ഞാൻ യാത്ര ചോദിച്ചു പോകുമ്പോൾ ഇവൾക്കൊരു ഉമ്മ കൊടുക്കാറുണ്ട്. അത് ഞാൻ കൊടുത്തോട്ടെ സാർ. ഇംഗ്ലീഷ് കിസ്സേ. വേഗം വേണം. ഡാർലിംഗ്, കം ഓൺ. ഏമാ നോക്കുന്നു. ഒന്ന് തിരിഞ്ഞേക്ക് സാറേ, ഇതിനൊക്കെ ഒരു മറ വേണ്ടേ? വാ, അങ്ങോട്ട് തിരിയട്ടെ. അങ്ങോട്ട് പോകട. എന്താടോ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? ഇംഗ്ലീഷ് കിസിന് ശബ്ദമൊന്നും കേൾക്കൂല സാർ. മലയാളം കിസിനല്ലേ ഇങ്ങനെ ശബ്ദം കേൾക്കും. എന്താടോ? എടോ, കഴിഞ്ഞില്ലേ? ഇതൊരു മെഗാ കിസ് ആണെന്ന് തോന്നുന്നു സാർ. കഴിഞ്ഞൊന്ന് നോക്കടോ. സാർ, അങ്ങോട്ട് നോക്കാത്തടോ, അതൊരു ഫാമിലിയാ. അവന് പോയി. ദൈവമേ, ചതിച്ച. എവിടെ തൊപ്പി? ആ തൊപ്പി അല്ലടോ എന്റെ തൊപ്പി. കൊന്തം പിടിക്കുന്നത് പോലെ നിൽക്കാതെ പോയി പിടിച്ചോണ്ട് വാടോ. എന്റെ മോളുടെ ജീവൻ രക്ഷിച്ച നിന്നെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അതിന് ദൈവം പോലും ക്ഷമിക്കില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത സുരക്ഷിതമായൊരു സ്ഥലത്ത് മോനെ ഞാൻ എത്തിക്കാം. നാളെ രാത്രി തന്നെ എല്ലാരും കയറ്റിവിടും. യെസ് ബോസ്. ബോസാ, ആ ഫിറോസും ആൽബർട്ടും 5-6 കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അല്ല, ഇന്ന് എല്ലാവർക്കും എന്തു പറ്റി? ആകെ ഒരു മ്ലാനത. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട.
ആ ജോജി ഇന്നലെ മുതൽ കാണുന്നില്ല മോളെ. നേരോ? എന്റെ ബലമായ സംശയം ആ പയ്യനെ അനാഥാലയത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പിടിച്ചുകൊണ്ടുപോയോന്നാ. അവൻ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ച എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനവൻ എന്തെങ്കിലും കാര്യം കാണും. കണ്ടാലറിയില്ലേ, നല്ല ബ്രെയിനുള്ള കൊച്ചനാ. ആശാനെ, കണ്ണുകുത്തി പൊട്ടിച്ചും കയ്യും കാലും തല്ലി ഓടിച്ചും പിള്ളേരെ പിച്ചതണ്ടാൻ കൊണ്ടുപോകുന്ന ഒരു സംഘം ആളുകൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. ആണോ? ദേ, ആ പയ്യന് വല്ലതും സംഭവിച്ചാ നമ്മളൊക്കെ തൂങ്ങും. ആശാൻ ആ പയ്യൻ അപ്പോയിന്റ് ചെയ്തപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വേണ്ട എന്ന് പറയാൻ ഞാൻ ഒരുങ്ങിയതാ. ഇനിയിപ്പോ വരുന്ന അനുഭവിച്ചോ? എടാ അൻപാല, പേശി പേശി എന്നെ കുഴിയിൽ തള്ളാതടാ. ഒന്ന് സഹായിക്കടാ, നമുക്ക് അവനെ ഒന്ന് തരാ. ഈ അണ്ടകടാഹം പോലുള്ള സിറ്റിയില് ഇത്തിരി പോന്ന ചെറുക്കനെ എവിടെ പോയി തരാനാ? നമുക്കൊരു പണി ചെയ്യാം. ടിവിയിൽ ഒരു പരസ്യം കൊടുത്താലോ? ഓ, അതൊന്നും വേണ്ട. അതൊക്കെ വലിയ ചെലവാ. നക്കാപ്പിച്ച കാശ് പോലും എടുക്കാതെ നമുക്ക് അതൊന്നും പറ്റൂലടാ. ഐഡിയ, പഞ്ചറൊട്ടിക്കാൻ പോകുന്ന വഴിക്ക് സെർച്ച് ചെയ്യാം. നീ ഇതെവിടായിരുന്നു? 25 കുട്ടികളെ ഇന്ന് രാത്രി ബോംബെയിലേക്ക് കയറ്റി വിടേണ്ടതാ. എക്സ്ക്യൂസ് മീ, ആ 25 കുട്ടികളിൽ ഞാൻ അന്വേഷിക്കുന്ന കുട്ടി ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കോട്ടെ. ആരാണ് നീ? ഞാൻ ഇച്ചുവോക്ക് ആ കുട്ടി അന്വേഷിച്ചു വന്ന സച്ചേ. സച്ചേ മോനെ, സച്ചി നീയാണോ? സച്ചി അല്ലല്ലേ, സച്ചിനെ മോനേടാ. സച്ചേ, സച്ചിനെ മോനെ, മോനെ അല്ലല്ലേ. സച്ചേ, സച്ചേ പിടിക്കണേ. കണ്ടാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. എന്നെ പിടിക്കണേ. അടിക്കണേ. അയ്യോ, എന്നെ അടിക്കണെന്തിനാ? അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെ കണ്ടാ കൊണ്ടാ കൊണ്ടു. ഒരു മിനിറ്റ്, ഒന്ന് കേറി, കേറി. ഇതാ എന്റെ പൂക്കഴിച്ച് സാറേ.
മിസ്സസ് ഇന്ദു മേനോൻ. അതെ, ആരാ സംസാരിക്കുന്നേ? സോറി, ഇപ്പൊ എന്റെ ഐഡന്റിറ്റി വെളിവാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മകൻ സച്ചിൻ എന്നോടൊപ്പം ഉണ്ട്. എന്താ? നിങ്ങൾ ആരാ? അതൊക്കെ സൗകര്യം പോലെ പറയാം. കുട്ടിയെ കൈമാറാം. പക്ഷെ നിങ്ങൾ എന്ത് തരുമെന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാം. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മതി. ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താവ് എന്ത് തരുമെന്ന് ഞാൻ അറിയട്ടെ. യെസ് രാജീവ്. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ അവനെ തിരിച്ചേൽപ്പിക്കണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശമൊക്കെ പിന്നാലെ പറയാം. ആദ്യം ഞങ്ങളുടെ കണ്ടീഷൻ നിങ്ങൾ അനുസരിക്കുമോ എന്നറിയട്ടെ. പറയൂ, നിങ്ങളുടെ ഏത് കണ്ടീഷനും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. മകനെ തിരിച്ചു കിട്ടാൻ രാജീവ് മേനോൻ എന്ത് തരും? നിങ്ങൾ ചോദിക്കുന്നത് എന്തും. എനിക്ക് എന്റെ മോനെ കിട്ടിയാൽ മാത്രം മതി. എങ്കിൽ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് മുപ്പാലത്തിനടുത്തുള്ള ഗോഡൌണിൽ വരിക. ഹലോ, ഇങ്ങോട്ട് വരട്ടെ എഴുന്നള്ളിച്ചോണ്ട് പോകാൻ. ഇപ്പൊ ഒരു മമ്മിയും ഡാഡിയും വന്നിരിക്കുന്നു. ചാകാൻ വേണ്ടി തന്നെയാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെ. ചോര ഒലിപ്പിച്ച് റോഡിൽ കിടന്ന എന്നെ അനാഥാലയത്തിൽ എത്തിക്കാനും ഒരാളുണ്ടായി. ചാകാനും സമ്മതിക്കാതെ. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല വീട്, നല്ല സ്കൂള്, സമയാസമയം നല്ല ഭക്ഷണം, വേറെന്താ വേണ്ടത്? ഇതൊന്നും ഇല്ലാത്ത എത്രയോ കുട്ടികൾ ലോകത്തുണ്ടെന്ന് മോൻ അറിയാമോ? അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കാ. അത് കണ്ട് കണ്ട് ഞാൻ മടുത്തു. എന്റെ കൂട്ടുകാരെ പോലെ മമ്മീടെയും ഡാഡിയുടെയും കൈ പിടിച്ച് ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പോണോന്ന് ഞാനും ആഗ്രഹിക്കൂലേ? ഹോംവർക്ക് ചെയ്യാത്തതിന് മമ്മി അടിക്കുമ്പോ ഡാഡി കൊണ്ടുപോയി കൊഞ്ചിക്കണമെന്ന് ഞാനും കൊതിക്കും. വഴക്കോടി പിരിഞ്ഞു പോയ ഡാഡിയും മമ്മിയും പിന്നെ ഞാൻ ഒരുമിച്ച് കാണുന്ന കോടതിയില്ല. എനിക്ക് ആരെ ഇഷ്ടം, ആരുടെ കൂടെ പോണോന്ന് ജഡ്ജി അങ്കിൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയേണ്ടിയിരുന്നു അങ്കിളെ? പിന്നെ കോടതിന്ന് പറഞ്ഞ പോലെ മമ്മിയുടെ വീട്ടിലായി. ഏത് നേരം ഡാഡിയെ കുറ്റം പറയും. പലപ്പോഴും ഫോണിൽ ഡാഡിയോടൊന്നും മിണ്ടിന്ന് അറിഞ്ഞ പിന്നെ അമ്മയ്ക്ക് അത് മതി. ശരിയാ, പണവും സൗകര്യത്തെക്കാളും വേറെ സ്നേഹവും വാത്സല്യവുമാണ് കുട്ടികൾക്ക് വേണ്ടത്. നിനക്കത് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. മോനെന്തിന് വിഷമിക്കുന്നു? നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മുത്തച്ഛനില്ലേ? മുത്തച്ഛന് സ്വന്തം കാര്യം നോക്കാൻ തന്നെ നേരില്ല. പിന്നെ എന്നെ കുറച്ചെങ്കിലും സന്തോഷം തോന്നിയത് ബോസങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴും. മോൻ അങ്കിളിനോട് സ്നേഹമുണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അച്ഛനും അമ്മയും ഇല്ലെന്ന് മോൻ എന്നോട് കള്ളം പറഞ്ഞത്? അതിലെനിക്ക് വിഷമമുണ്ട്. കരയാതെ മോനെ, കരയാതെ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മോന്റെ വിഷമം ഒക്കെ മാറും. എനിക്കൊരു കഥ പറഞ്ഞുതരും അങ്കിളെ? ഓ, പറഞ്ഞുതരാമല്ലോ മോനെ. വേതാളത്തിന്റെ കഥ മതിയോ? അങ്കിളുടെ കഥയാ? പോടാ അവിടുന്ന്. വിക്രമാദിത്യ മഹാരാജാവിന്റെ കഥയാ അത്. കള്ള അവൻ. ആ, എത്തിയല്ലോ. ഏതായാലും മകനോട് സ്നേഹമുള്ള അച്ഛനമ്മമാരാണെന്ന് മനസ്സിലായി. എന്റെ മോനെവിടെ? തിരക്ക് കൂട്ടാതെ രാജീവ് സാറേ. ഏത് കാര്യത്തിനും അതിന്റേതായ നടപടിക്രമങ്ങളില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് എത്ര തന്നെ ആയാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, ഇന്ദുമേനോനോ? കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്റെ മോനെ തിരികെ വേണം. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലക്ഷങ്ങളുടെ കണക്കനുസരിച്ച് മോനെ 2 മുറിച്ച് പങ്കുവച്ചു തരാം. എന്താ, സമ്മതമാണോ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇടനിലക്കാരനായ എനിക്ക് എന്ത് അവകാശം? യാതൊരു അവകാശമില്ല. പക്ഷേ അവകാശമുള്ള ഒരാളുണ്ട്.
ഒരുപാട് കഷ്ടപ്പെട്ട് സച്ചിനെ തേടിപ്പിടിച്ച് ഈ കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്ത ഒരാൾ. സച്ചിനെ കസ്റ്റഡിയിൽ വെച്ച് ഒരജ്ഞാതനാണെന്ന മട്ടിൽ ഫോൺ ചെയ്യുക, എന്നിട്ടൊരു ഒഴിഞ്ഞ കെട്ടിടം കണ്ടെത്തി പണവുമായി അവിടെ എത്താൻ പറയുക. എന്തിനായിരുന്നു അച്ഛാ ഈ വിഡ്ഢിവേഷം കെട്ടൽ എന്നല്ലേ നിന്റെ ചോദ്യം? വിഡ്ഢിവേഷം കെട്ടിയതല്ല, കെട്ടിച്ചതാ നിങ്ങൾ അച്ഛാ. ഒരു ക്ഷമാപണത്തിലോ പുഞ്ചിരിയിലോ ഒതുക്കാവുന്ന വെറും ഒരു സൗന്ദര്യപ്പടക്കം അത് വളർത്തി വലുതാക്കി കോടതിയിൽ എത്തിച്ച നിങ്ങളല്ലേ? ആരും ആരുടെ അടിമയല്ലെന്ന ഈഗോ ക്ലാഷും ഒരാൾ മറ്റേയാളേക്കാൾ വലുതാണെന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിൽ കൊണ്ടു നടന്നത് നിങ്ങളല്ലേ? അതിനിടയിൽ സ്വന്തം മകന് വേണ്ടത് എന്താണെന്ന് മറന്നുപോയില്ലേ? മകന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ നിങ്ങൾ ആദ്യം വേണ്ടത് സ്വന്തം മനസ്സിലുള്ള ഈഗോയും കോംപ്ലക്സും ഉപേക്ഷിക്കുകയാണ്. അവനെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് മാതൃക കാട്ടി അവന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. അല്ല, മകനിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് വീണ്ടും കൊത്തിക്കീറാനാണ് ഭാവമെങ്കിൽ ഇല്ല, നിങ്ങളുടെ മകൻ നിങ്ങളെ വെറുക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് കോടതിയല്ല, നിങ്ങളും ഞാനുമല്ല. മോനെ, എന്റെ പൊന്നുമോൻ ആരുടെ കൂടെ പോണം? എനിക്ക് അച്ഛനെ അമ്മയും വേണം. കേട്ടില്ലേ? ഈ കുരുന്ന മനസ്സാഗ്രഹിക്കുന്നതും അത് തന്നെ. ചെല്ല്. സച്ചിനെ കിട്ടി കിട്ടി. കട്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടലേഴും കടന്ന് നിങ്ങളുടെ പുത്രൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കിയേ, രണ്ടുപേരെ ഫേസ് കട്ട് ഒന്നല്ലേ നോക്കിയേ. ഇവനൊരു ചോക്ലേറ്റ് കുട്ടിയല്ലേ? ഈ ചോക്ലേറ്റോ? അയ്യടാ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ കൊണ്ട് പോണോ? വാടാ, നിനക്ക് അച്ഛനമ്മ വേറെ ഉണ്ടാക്കി തരാം.